അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക് ആണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും 30 സെക്കൻഡ് സമയം കിട്ടും. ഈ 30 സെക്കൻഡ് സമയത്തിൽ പെരിന്തൽമണ്ണയെ കുറിച്ച് ഒരു 4-5 സെന്റൻസ് മാക്സിമം പറയുക. ഞങ്ങൾക്കത് കേട്ട് കോരി തരിക്കണം. നിങ്ങളെ സെലക്ട് ചെയ്യാൻ തോന്നണം. ആ ഉമ്മ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തുടങ്ങിയോ ഉമ്മ? പറഞ്ഞോ. ഞങ്ങൾ പെരിന്തൽമണ്ണ നഗരസഭ നല്ല ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു നഗരസഭയാണ്. ഹോസ്പിറ്റലിന്റെയും എന്താ പറയാ നല്ല തുണിക്കടയുടെയും കുടുംബശ്രീനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന നഗരസഭയാണ്. ഇനി ചേച്ചി പറഞ്ഞു. നമ്മുടെ പെരിന്തൽമണ്ണയെ പറ്റി പറയുന്നത് തന്നെ ഫുഡ് അങ്ങാടി എന്നാണ്. ആ ഫുഡ് അങ്ങാടി പെരിന്തൽമണ്ണയിൽ വന്ന ഒരാൾ ഒരു ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഈ പെരിന്തൽമണ്ണ വിട്ടുപോകില്ല. ഏത് സ്ഥലത്ത് നിന്ന് വന്നാലും അവർ ഈ പെരിന്തൽമണ്ണയിൽ സ്ഥിരമാവും. പെരിന്തൽമണ്ണ നഗരസഭ നല്ലൊരു നഗരസഭയായി മാറിയിടും. ഇപ്പൊ പെരിന്തൽമണ്ണ പറയുന്നത് പെരിന്തൽമണ്ണ ചെറിയൊരു ദുബായി ആണ് എന്നുള്ളത് പറയുന്നത്. പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞാൽ മനോഹരമായ ഒരു സ്ഥലമാണ്. അവിടെ ഞങ്ങൾ വണ്ടി ഇറങ്ങി. നമ്മുടെ പെരിന്തൽമണ്ണയില് പുറത്തുനിന്ന് വന്നവർ ഇവിടെ ഒരു വീട് വെച്ചാ പിന്നെ തിരിച്ചു പോണ പരിപാടി ഉണ്ടാവില്ല. അത്ര പിന്നെ ഇവിടെ ക്ലൈമറ്റും വലിയ പ്രശ്നമുള്ള ക്ലൈമറ്റ് അല്ല. ഒരു ചൂടും ഇല്ല തണുപ്പും ഇല്ല, നല്ല ക്ലൈമറ്റാണ്. പിന്നെ നല്ല സൗഹൃദമാണ് എല്ലാവരും. നമുക്ക് എന്തെങ്കിലും സംഭവിച്ച ഓടി വന്നിട്ട് നമുക്ക് വേണ്ടിട്ട് എന്ത് ചെയ്യാനും ഇവിടെ ഉള്ള ആൾക്കാർക്ക് തയ്യാറുള്ളവരാണ്. അടിച്ചു കയറി വന്നോണ്ടിരിക്കുകയാണ് അല്ലേ? ഇതിൽ നമുക്ക് ആരെ തെരഞ്ഞെടുക്കാൻ പറ്റുന്ന പറഞ്ഞു. രണ്ടുപേര് വേണം. നമ്മളെ ഈ ഒരു കാര്യം പറഞ്ഞത് ഭയങ്കര ക്യാച്ച് ആണ്. അതായത് ഇതൊരു കുഞ്ഞു ദുബായ് ആണെന്ന് പറഞ്ഞു. അത് ഭയങ്കര ക്യാച്ച് ആയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ആ ചേച്ചി നമുക്ക് സെലക്ട് ചെയ്യാം. സിന്ധു ചേച്ചി നല്ല സൂപ്പർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഒരു ഹൃദയസ്പർശിയായിട്ട് സംസാരിച്ച് ഭയങ്കര ഫീലിങ്സ് ആയി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് സിന്ധു ചേച്ചിയെ സെലക്ട് ചെയ്യാം. ചേച്ചിയുടെ പേര് റീന ചേച്ചിയെ സെലക്ട് ചെയ്യാം. ഓക്കെ അല്ലേ? നിങ്ങളൊക്കെ ഓക്കെ അല്ലേ? പോരുത്, വെയിറ്റ് ചെയ്യണം. നേരത്തെ പോലെ മത്സരിക്കാൻ പറ്റും. ഓക്കെ, ഓഡിയൻസിനുള്ള ചോദ്യമാണ്. ചോദ്യം മാത്രമല്ല സമ്മാനമുണ്ട്. ഓക്കെ, ഫസ്റ്റ് ചോദ്യം ഞാൻ ചോദിക്കും. നീ ചോദിച്ചോ. പ്രേമ പൂജ സീരിയലിലെ പൂജയും ആദിയും തമ്മിൽ അടുപ്പിക്കാൻ വേർപിരിക്കാൻ നോക്കുന്നത് ആരാണ്? ശരിക്കുള്ള പേര് ക്യാരക്ടറിന്റെ പേര് ക്യാരക്ടറിന്റെ പേര് എണീറ്റ് പറയാ ചേച്ചി. ആമി ഉറപ്പല്ലേ? സോറി, ഇങ്ങോട്ട് വന്നേ, സമ്മാനം തരട്ടെ. കറക്റ്റ് ആൻസർ ആണ് ചേച്ചി തന്നിരിക്കുന്നത്. കൈലാഷ് നൽകുകയാണ് ഡീപോൾ നൽകുന്ന കിടിലം കാർ ഷാംപൂ. ഓക്കേ, ഇനി രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഹൃദയം സീരിയലിലെ സുധിയുടെ അനിയത്തിയുടെ പേരെന്താണ്? നിത്യ. റൈറ്റ് ആൻസർ.